السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു മനുഷ്യനും അവന്റെ ജീവിതം സന്തോഷകരമായി തീരണമെങ്കിൽ ഭയരഹിതമായി അവന് ഈ ഭൂമിലോകത്ത് ജീവിക്കാൻ കഴിയണം. അങ്ങനെ ഭയമില്ലാതെ ജീവിക്കാൻ ഈ ലോകത്ത് സാധിക്കുക എന്നത് ഏതൊരു സമൂഹത്തിന്റെയും അടിസ്ഥാന ആവശ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. മനസ്സും ശരീരവും വീടും കുടുംബവും നാടും ചുറ്റുപാടുകളും താൻ നിലനിൽക്കുന്ന തന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നിർഭയത്വമുള്ളതാവുക എന്നത് ഇസ്ലാം ലോകത്ത് ലക്ഷ്യമിടുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്നുമാണ്. പരിശുദ്ധമായ ഖുർആൻ വിശ്വാസികൾക്ക് മാതൃകയായി പഠിപ്പിച്ച മഹാനായ പ്രവാചകനാണല്ലോ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ജീവിതത്തിൽ നിലനിർത്തിയിരുന്ന ഒരു പ്രാർത്ഥന ഏറെ ശ്രദ്ധേയമാണ്. ആ പ്രവാചകന്റെ പ്രാർത്ഥനകൾ പലതും നമ്മൾക്ക് കാണാൻ കഴിയും. അതിലേറെ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥനയാണ് റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, വഇദ് ഖാല ഇബ്രാഹീമു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. എന്റെ രക്ഷിതാവേ, ഈ നാട് നീ ഒരു നിർഭയത്വമുള്ള നാടാക്കണമേ. അഥവാ അസമത്വവും അസ്വാരസ്യങ്ങളും ഭയപ്പെടുത്തലുകളും പ്രയാസങ്ങളും ഒന്നുമില്ലാതെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥ പ്രദാനം ചെയ്യുന്ന നാടാക്കി ഈ നാട്ടിനെ മാറ്റണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ നാടിനു വേണ്ടി നടത്തിയ പ്രാർത്ഥനയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധമായ ഖുർആൻ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നിർഭയത്വമുള്ള സമാധാനമുള്ള ഒരു നാടുണ്ടായി തീരുക എന്നുള്ളത്, ഒരു ജീവിതമുണ്ടായി തീരുക എന്നുള്ളത് മഹത്തായ അനുഗ്രഹമാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യവും സമാധാനത്തോടെയും നിർഭയത്വത്തോടെയും മനുഷ്യന് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു തിരുവചനമുണ്ട്. പ്രസ്തുത തിരുവചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ. ഒരു മനുഷ്യൻ പ്രഭാതത്തിൽ തന്റെ വീട്ടിൽ ഉണർന്നെഴുന്നേൽക്കുന്ന സ്ഥലത്ത് നിർഭയനായി ആരെയും പേടിക്കാതെ തന്റെ വീട്ടിൽ ഉണർന്നെഴുന്നേൽക്കാൻ കഴിയുകയും തന്റെ ശരീരത്തിനും അതുപോലെ തന്നെ തന്റെ ജീവിതത്തിനും പ്രയാസങ്ങളൊന്നുമില്ലാതെ ആരോഗ്യത്തോടെ നിലനിൽക്കാൻ കഴിയുകയും ആ ദിവസം പട്ടിണിയില്ലാതെ കഴിഞ്ഞുകൂടാനുള്ള വക, അതിനുള്ള ഭക്ഷണം ഒരാളുടെ കൈകളിൽ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഇങ്ങനെ ഒരു മനുഷ്യന് ഒരു പ്രഭാതം പ്രാപിക്കാൻ കഴിഞ്ഞാൽ അവൻ ലോകം മുഴുവൻ കിട്ടിയവനെ പോലെയാണ് എന്നാണ്. അഥവാ നിർഭയത്വത്തോടെ ഉണർന്നെഴുന്നേൽക്കാൻ കഴിയുക, ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുക, പട്ടിണിയില്ലാതെ കഴിഞ്ഞുകൂടാൻ കഴിയുക, അങ്ങനെയുള്ള ഒരു ദിനം നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ലോകം മുഴുവൻ കീഴടക്കിയ പ്രതീതി, അഥവാ അത് മുഴുവൻ കിട്ടിയവനെ പോലെയാണ് ഈ അനുഗ്രഹങ്ങൾ ലഭ്യമായി തീരുന്ന മനുഷ്യൻ. അത് നഷ്ടപ്പെട്ടാലോ മറ്റെന്ത് കിട്ടിയിട്ടും യാതൊരു കാര്യവുമില്ല എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. നമ്മൾക്കറിയാം, ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നിർഭയമായി നമ്മൾക്ക് ഉപജീവനമാർഗം തേടാൻ കഴിയണം. ശത്രുക്കളിൽ നിന്നും മറ്റും നിർഭയത്വം ലഭിക്കണം. വിശ്വാസവും ആചാര അനുഷ്ഠാനങ്ങളും കൊണ്ടു നടക്കുന്ന കാര്യത്തിൽ നിർഭയത്വമുണ്ടാകണം. അതിനുള്ള സ്വാതന്ത്ര്യം വേണം. ശാന്തിയും സമാധാനവും നിറഞ്ഞ കുടുംബാന്തരീക്ഷമുണ്ടാകണം. ഇതെല്ലാം എല്ലാ മനുഷ്യരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന ആഗ്രഹങ്ങളിൽ, ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. എങ്ങനെയാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മളുടെ ജീവിതത്തിലുണ്ടാവുക? തീർച്ചയായും ഒരു സമൂഹം, ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ
ആ രാഷ്ട്രത്തിലെ സമൂഹത്തിലെ ജനങ്ങൾ ഒന്നടങ്കം സന്തോഷത്തോടെ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുമ്പോഴാണ് ആ സൗഭാഗ്യം കടന്നുവരുന്നത്. നമ്മൾക്കറിയുമല്ലോ, നമ്മളുടെ നാട് എത്ര മനോഹരമാണ്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ബുദ്ധനും ജൈനനും പാഴ്സിയും മതമുള്ളവനും മതമില്ലാത്തവനും തോളോട് തോൾ ചേർന്നുകൊണ്ട് ഓരോ കാര്യങ്ങളിലും പരസ്പരം സന്തോഷത്തോടെ സഹകരിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന നാട്. പക്ഷേ നമ്മൾക്കറിയും, കുറെ നാളുകളായി നമ്മളുടെയൊക്കെ ഇടയിലേക്ക് വിഭാഗീയതയുടെ, വിദ്വേഷത്തിന്റെ പകകൾ കുത്തിത്തിരുകി വിഭാഗീയത പടർത്തുകയും അതുപോലെ തന്നെ ഭയപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്യപ്പെടുന്ന സാഹചര്യം സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഏറെ ഭയപ്പാടോടെയാണ് നാം കാണുന്നത്. തീർച്ചയായും നമ്മൾക്ക് ഈ ഒരു ബോധമുണ്ടായി തീരണം. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടുന്നത്, നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ നൽകിയിട്ടുള്ളത് നമ്മളുടെ രക്ഷിതാവാണ്, പ്രപഞ്ചത്തിന്റെ നാഥനാണ്. അങ്ങനെയുള്ള ആ നാഥനോട് നമ്മൾക്ക് കൂറും നന്ദിയും ഉണ്ടാകണം. എങ്ങനെയാണ് നമ്മൾ ആ രക്ഷിതാവിനോട് കൂറ് കാണിക്കുക? പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഅ വആമനഹും മിൻ ഖൗഫ്. വിശുദ്ധമായ മക്ക, പരിശുദ്ധമായ ആ മണ്ണ് നിർഭയത്വമുള്ള നാടായിരുന്നു. ഏത് സമയത്തും ഏത് മനുഷ്യനും എത്ര കൊടിയ ശത്രുവും ആ രാജ്യത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവൻ നിർഭയനാണ്. അവനെ ഉപദ്രവിക്കുവാനോ അവനെ പ്രയാസപ്പെടുത്തുവാനോ അവിടെ വെച്ച് പാടില്ല എന്നുള്ളതാണ് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിരുന്നതായ നിയമം. എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയുള്ളതായ ഒരു അവസ്ഥയുണ്ടായി തീർന്നത്? വിശുദ്ധമായ കഅബ അവരുടെ നാട്ടിലാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അല്ലാഹു തആല ആ ജനതയോട് പറഞ്ഞത്, ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീടിന്റെ യഥാർത്ഥ രക്ഷിതാവിനെ അഥവാ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിനെ അവർ ആരാധിക്കട്ടെ. ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഅ വആമനഹും മിൻ ഖൗഫ്. അതെ, ഭയത്തിൽ നിന്ന് മനുഷ്യന് മോചനം നൽകുകയും വിശപ്പിൽ നിന്ന്, പട്ടിണിയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തി അവൻ അന്നം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന രക്ഷിതാവിനെ തിരിച്ചറിഞ്ഞ് ആ രക്ഷിതാവിനെ ഉൾക്കൊള്ളുമ്പോഴാണ്, അവനോട് കൃതജ്ഞത കാണിക്കുമ്പോഴാണ് നാടും വീടും കുടുംബവുമെല്ലാം സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നതായി തീരുന്നത് എന്ന് നാം തിരിച്ചറിയുക. ആത്മാർത്ഥതയോടെ റബ്ബിലേക്ക് അടുക്കുക, ഉണർന്ന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.